ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ മരസ്കെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള 4 റീസൺസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോർഡിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഒന്നാമത്തെ കാര്യം റിസൾട്ട് ആണ്. കഴിഞ്ഞ 7 കളികളിൽ നമ്മൾ ഒരൊറ്റ കളി മാത്രമേ ജയിച്ചുള്ളൂ. അതും ഒരുപാട് മസ്റ്റ് വിൻ ഗെയിംസ് അതിനകത്തുണ്ടായിരുന്നു. അതായത് നമ്മൾ മിഡ് ടേബിളിലുള്ള ഒരുപാട് ടീമുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം 15 പോയിന്റ്സ് ആണ് നമ്മൾ ഈ സീസണിൽ മാത്രം വിന്നിംഗ് പൊസിഷനിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ബോർഡ് അത് കാണുന്നത് ടാക്ടിക്കലി വന്ന പിഴവുകൾ കാരണമാണ് അത്രയും പോയിന്റ്സ് നഷ്ടമായി എന്നുള്ളതാണ്. ജസ്റ്റ് ഇമാജിൻ, ഈ 15 പോയിന്റിൽ ഒരു 10 പോയിന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പം ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആണ് ഇൻ ദ ടേബിൾ. പിന്നെ മൂന്നാമത്തെ കാര്യം, ബോർഡുമായിട്ടുള്ള റിലേഷൻസ് മോശമായിരുന്നു എന്നുള്ളതാണ്. അത് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കോൾവിലിന് പരിക്ക് പറ്റുമ്പോൾ തന്നെ മരസ്കി ഒരു CBA ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോർഡ് അതിന് ഓക്കെ ആയിരുന്നില്ല. കാര്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു CBനെ പെട്ടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ അക്കാദമിക് പ്ലേയേഴ്സിന് ഒത്തിരി ഡിമോട്ടിവേഷൻ വരും. അച്ചമ്പം പോലുള്ള പ്ലേയേഴ്സൊക്കെ ട്രാൻസ്ഫർ ഔട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ നാലാമത്തെ കാരണമായിട്ട് പറയുന്നത് ഈയിടെയായിട്ട് മരസ്കയുടെ ബോർഡിനെതിരെയുള്ള കമൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, എവർട്ടനെതിരെയുള്ള മാച്ചിന് ശേഷം പുള്ളി ബോർഡിനെതിരെ വളരെ മോശമായിട്ടെന്നല്ല, പുള്ളിയുടെ ചെൽസിയ കരിയറിൽ ഏറ്റവും മോശപ്പെട്ട 48 അവേഴ്സിലൂടെയാണ് പുള്ളി കടന്നുപോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ചെൽസിയുടെ ടച്ച് ലൈനിൽ പുള്ളി നിന്നത് സ്വന്തം സ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ധരിച്ചും കൊണ്ടാണ്. ചെൽസിയുടെ ഒഫീഷ്യൽ കിറ്റും കാര്യങ്ങളൊന്നും പുള്ളി ധരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതൊരു റൈറ്റ് ഡിസിഷൻ ആണോ റോങ് ഡിസിഷൻ ആണോ എന്നുള്ള കാര്യം പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമന്റ് ബോക്സ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.